ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള വടുകപ്പുളി നാരങ്ങ അച്ചാർ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓണമായതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വടുകപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു നാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റോളം നമുക്ക് കുതിർത്ത് വയ്ക്കാം. ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് ചുരണ്ടി എടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇപ്പോൾ തോലോടുകൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിരിക്കും. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയുമ്പോൾ നമുക്ക് ഉള്ളിലത്തെ ഈ വെളുത്ത ഭാഗങ്ങളില്ല, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയണം. അതും അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഇതുപോലെ എല്ലാം കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ചേർത്ത് ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, നല്ലെണ്ണ, കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ആദ്യം നമുക്ക് ഉലുവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉലുവ നമ്മൾ അവസാനമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിന്നൊരു 3-4 ടീസ്പൂൺ എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അവസാനം കുറച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം. വറ്റൽമുളകും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ താഴ്ത്തി വെച്ചാലും മതിയാവും. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, എരിവുള്ള മുളക് പൊടി. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എരിവ് അവരവരുടെ പാകത്തിന് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ ഉപ്പ് നമ്മൾ നാരങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം. ഇനി കുറച്ച് ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം, ഇല്ലെങ്കിൽ 1 അച്ച് വെല്ലം ചേർത്താലും മതിയാവും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയില്ലേ, അതും കൂടി ചേർക്കാം. ഉലുവപ്പൊടി നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൽ കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയായി പോവില്ല. അപ്പോൾ വിനാഗിരിയും വെള്ളവും തുല്യ അളവിലെടുക്കാം.
2 ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നല്ലെണ്ണയില്ല, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഒക്കെ അറിയിക്കണം. താങ്ക്